ഹലോ മക്കളെ, വാട്ട് യുവർ സേ യു 636 മാർക്ക് നീറ്റിൽ വാങ്ങിച്ച ഒരു വ്യക്തിക്ക് 720 മാർക്ക് ലഭിക്കുകയാണെങ്കിൽ, അതായത് 636 മാർക്കാണ് അവരുടെ ആക്ച്വൽ OMR ഷീറ്റിലുള്ളത്. അത് റിസൾട്ട് വന്നപ്പോൾ 720 മാറുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ക്യാൻ യു ബിലീവ്? അതാണ് ഈ വർഷത്തെ നീറ്റ് 2024 നടന്നിരിക്കുന്നത്. അതാണ് ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞിട്ട് NT നൽകിയിരിക്കുന്നത്. അപ്പൊ NT നൽകിയിരിക്കുന്ന ഈ ഗ്രേസ് മാർക്ക് എന്തിന് അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ പ്രസ് റിലീസിൽ പറഞ്ഞത് ഇപ്രകാരമാണ്. അത് നമുക്ക് തുടർന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു കൊടുത്താൽ നോക്കിയ 636 മാർക്കുള്ള ഈ OMR ഷീറ്റിൽ 636 മാർക്കുള്ള ഒരു വ്യക്തി, അതും ഹരിയാനയിൽ നിന്നുള്ള ഒരു വ്യക്തിക്ക് 64 മാർക്കാണ് അവിടെ ഗ്രേസ് മാർക്കായിട്ട് നൽകിയതും 720 മാർക്ക് ടോട്ടൽ ലഭിക്കുകയും ഓൾ ഇന്ത്യ റാങ്ക് 1 ആയിട്ട് മാറുകയും ചെയ്തു. ഓക്കെ, 636 മാർക്ക് മാത്രമുള്ള ഒരു വ്യക്തിക്ക് 720 മാർക്ക് ലഭിക്കുകയും ഓൾ ഇന്ത്യ റാങ്ക് 1 ആയിട്ട് മാറുകയും ചെയ്തു. അപ്പൊ അത് എന്തിന്റെ ബേസിസിലാണ് തന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ പ്രസ് റിലീസിൽ പറഞ്ഞ കാര്യം ഇപ്രകാരമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പോലെ തന്നെ the committee considered the grievance or representations on the basis of factual reports of the functionaries and CCTV footage from the concerned exam center. The loss of examination time was ascertained and such candidates were compensated with marks based on their answering efficiency and time lost, as per the mechanism of formula established by the Honorable Apex Court via its judgment dated 13/6/2018. 2018 in WP 551 of 2018. 2018 WP 551 എന്ന് പറഞ്ഞ ഒരു കേസ് പ്രകാരമാണ് എന്ത് ചെയ്തിരിക്കുന്നത്. ആ കേസിൽ നിന്ന് അവർക്ക് കിട്ടിയ ജഡ്ജ്മെന്റ് പ്രകാരമാണ് ഗ്രേസ് മാർക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ പറഞ്ഞ പ്രസ് റിലീസിൽ NT തന്നിരിക്കുന്ന വിശദീകരണം. പക്ഷേ ഇത് നിങ്ങൾക്ക് ശരിയല്ല എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനുള്ള തെളിവുകളുമായിട്ടാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചാനലിൽ വരുന്ന ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡ്രോപ്പ് എ ലൈക്ക് ആൻഡ് ഓൾസോ ടു ഷെയർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പോലെ നമ്മുടെ കേസ് ഡീറ്റെയിൽസ് ആണ് ഞാൻ എന്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ കേസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഹോണറബിൾ അപ്പെക്സ് കോർട്ടിൽ നിന്ന് തന്നെ ഞാൻ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു കേസ് ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതിൽ നമ്പർ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും WP നമ്പർ 551. അവർ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ കേസ് നമ്പർ നോക്കിയേ, WP 551 എന്ന് പറഞ്ഞ അതേ കേസ് നമ്പറിലുള്ള ഫയലാണ് ഞാൻ എന്തിരിക്കുന്നത് ഇവിടെ ഓപ്പൺ ആക്കി കാണിച്ചു തന്നിരിക്കുന്നത്. ഇതിൽ അവർ പറഞ്ഞിരിക്കുന്നത് കാറ്റഗറി ടൈപ്പ് പറഞ്ഞിരിക്കുന്നത് അഡ്മിഷൻസ് ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതർ ദാൻ മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ്. അതായത് ഇവർ പറഞ്ഞ ഈ നോർമലൈസേഷൻ, ഈ ഗ്രേസ് മാർക്ക് ഒരിക്കലും മെഡിക്കലിനോ എഞ്ചിനീയറിംഗോ എൻട്രൻസ് എക്സാമിനേഷൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൊടുക്കാൻ കഴിയത്തില്ല. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതനുസരിച്ചിട്ടാണെങ്കിൽ ഇവർ ഈ കൊടുത്തിരിക്കുന്ന ഗ്രേസ് മാർക്ക് പിൻവലിക്കുക തന്നെ വേണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഗ്രേസ് മാർക്ക് ഇവർക്ക് എന്തല്ല വാലിഡ് അല്ല. ഉറപ്പായിട്ടും ഈ ഗ്രേസ് മാർക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യും, റിമൂവ് ചെയ്യപ്പെടും. അടുത്ത് നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഇനി എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ എന്നതാണ്, അല്ലെ? അപ്പൊ ഹോപ്പ് ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാനുള്ളത് നമ്മുടെ കാലിക്കറ്റ് ഹൈക്കോർട്ട് എന്ന് പറയുന്ന ഈ കാലിക്കറ്റ് ഹൈക്കോർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റേ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് റിസൾട്ട്സ് നിങ്ങൾ അങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെ ഗ്രേസ് മാർക്ക് ഇങ്ങനെ എനിക്ക് ഇപ്പോൾ ഒരാൾക്ക് 100 മാർക്ക് കൊടുക്കണമെന്ന് തോന്നി, അല്ലെങ്കിൽ എനിക്ക് ഒരാൾക്ക് 50 മാർക്ക് കൊടുക്കണമെന്ന് തോന്നി, അത് എനിക്ക് ഒരാൾക്ക് ഇപ്പോൾ പറഞ്ഞതുപോലെ 64 മാർക്ക് കൊടുക്കണം, അതെങ്ങനെയാണ് അവർ തീരുമാനിച്ചത്, എന്ത് ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടാണ് അവർ തീരുമാനിച്ചതെന്ന് എന്ത് ചെയ്യണം, കറക്റ്റ് വിശദീകരണം അവർക്ക് കൊടുക്കണം, കോർട്ടിന് മുമ്പിൽ സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റേ വന്നിട്ടുണ്ട്. അതുവരെ കൗൺസിലിംഗ് പ്രോസസ്സുകളൊന്നും എന്ത് ചെയ്തില്ല, നടക്കത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഡൽഹി ഹൈക്കോർട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റേ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ വന്നിരിക്കുന്ന സ്റ്റേ അതിൽ വന്ന ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടാണ്, ഫിസിക്സിലെ ആറ്റംസിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡൽഹി ഹൈക്കോർട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്. അതായത് അതിൽ കൊടുത്തിട്ടുള്ള രണ്ട് ഓപ്ഷൻസും NCERT ന്യൂ ടെക്സ്റ്റും NCERT ഓൾഡ് ടെക്സ്റ്റ് ബുക്കും വെച്ചിട്ട് രണ്ട് ഓപ്ഷൻസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഡൽഹി ഹൈക്കോർട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, സ്റ്റേ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് നമ്മുടെ കോൺട്രിബ്യൂഷൻസും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എഡ്യൂക്കേറ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് രീതിയിലുള്ള കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് രീതിയിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഞങ്ങളുടെ യൂട്യൂബ് വഴിയും അതേപോലെ തന്നെ മറ്റു മാധ്യമങ്ങൾ വഴി ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഓൾസോ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് നമുക്ക് നിലവിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യയിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചേർന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, NTA ലീഗൽ നോട്ടീസുകളും അയക്കുന്നുണ്ട്. ഓക്കെ, ആ ലീഗൽ നോട്ടീസിൽ നമ്മൾ പറയുന്നിരിക്കുന്നത് ഒന്നിൽ നിന്ന് ഗ്രേസ് മാർക്ക് മാറ്റുക,
അതല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് മാറ്റണം, അത് ഉറപ്പായിട്ടും മാറ്റണം. അതുകൂടാതെ കഴിയുമെങ്കിൽ ഒരു റീടെസ്റ്റും കൂടെ ചിലപ്പോൾ നമ്മൾ കുട്ടികളുടെ അഭ്യർത്ഥന പ്രകാരം നമ്മൾ നടത്തിയ റീടെസ്റ്റ്, നമുക്കറിയാം റീടെസ്റ്റ് ഒരിക്കലും എല്ലാ കുട്ടികളും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കണമെന്നില്ല. എന്നാൽ ഒരുപാട് നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുള്ള കുട്ടികൾ, ഇത്രയും കഷ്ടപ്പെട്ട കുട്ടികൾ, ഈ ഒരു മാസമായിട്ട് ബുക്കുകൾ മാറ്റി വെച്ചിരിക്കുന്ന കുട്ടികൾ വീണ്ടും ഒരു റീടെസ്റ്റ് എഴുതുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് എന്ത് ചെയ്യാം, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തൊക്കെ കഴിയുമോ, എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് നടക്കുമോ, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കഴിയുന്നുണ്ട്. റീടെസ്റ്റ് വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഇതനുസരിച്ച്, നിങ്ങളുടെ ഇൻഫർമേഷൻസ് അനുസരിച്ച്, നിങ്ങളുടെ ഒപ്പീനിയൻസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഫർദർ മുമ്പോട്ട് നീങ്ങാം. റീടെസ്റ്റ് എന്ന് പറയുന്ന കാര്യം നിങ്ങളും ഒരു മാസമായിട്ട് ബുക്കുകളൊന്നും തുറക്കാതിരിക്കുകയാണെന്ന കാര്യം നിങ്ങൾ ഓർമ്മ വേണം. അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, മുമ്പോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അതേപോലെ തന്നെ റീടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എല്ലാ വർഷവും നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആവുന്നുണ്ടെന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഇതേപോലത്തെ കാര്യങ്ങൾ ഇനിയും തുടർന്ന് നടക്കാം. അത് തുടർന്ന് നടക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. അപ്പൊ ഇതേപോലത്തെ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.